എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. കാരണം കാറ്റും മഴയൊക്കെ ആയിട്ട് ആകെ പ്രശ്നത്തിലാണെന്ന് അറിയാം. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് 2 ദിവസം കൊണ്ട് കഴിഞ്ഞ് സ്കൂൾ ഉറക്കുവാണ്. അപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ 3 യൂസ്ഫുൾ ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും വീട്ടിൽ തന്നെ കിട്ടുന്നത് വേസ്റ്റ് മെറ്റീരിയൽസ് ആട്ടോ. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഈ നനഞ്ഞ കുട ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു ഐറ്റം. വേണമെങ്കിൽ നമുക്ക് അംബർല ബോക്സ് എന്നോ അല്ലെങ്കിൽ അംബർല കുപ്പി എന്നൊക്കെ പറയാം. എന്തായാലും പേരിടൽ ചടങ്ങൊക്കെ നമുക്ക് പിന്നെ ആക്കാം. ഇപ്പം എന്തായാലും ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ കുടയുടെ സൈസിലേക്ക് ഒരു കുപ്പി എടുക്കുക. എന്നിട്ട് ഞാൻ വീഡിയോ കാണിച്ചു പോലെ കുപ്പിയുടെ കുറച്ച് ടോപ്പിലായിട്ട് ഇതുപോലെ പകുതി വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി കട്ട് ചെയ്ത ഭാഗം നമുക്ക് ക്ലോസ് ചെയ്യാൻ ഓപ്പൺ ചെയ്യാൻ എളുപ്പത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് സിബ് യൂസ് ചെയ്യാം. 5 രൂപ കൊടുത്ത് നമുക്ക് സിബൊക്കെ കടയിൽ നിന്ന് കിട്ടും. എൻ്റെ കയ്യിലുള്ള സിബ് എന്തായാലും ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ കുപ്പി ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ ക്ലോത്ത് ഒക്കെ വെച്ച് കവർ ചെയ്യുക. ഞാനിപ്പം വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ പേപ്പറൊക്കെ വെച്ച് ഒന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിക്കർ മുഖ്യമാണല്ലോ, അതുകൊണ്ട് തന്നെ കുറേ സ്റ്റിക്കറും വാരി പൊത്തിയിട്ടുണ്ട്. ഇനി ലോക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന മെത്തേഡ് 2 ബട്ടൺസ് ആണ്. അപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് ഞാൻ 2 ബട്ടൺസ് കൂടി ഇതുപോലെ താഴെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇനി ഒന്നുമില്ല, നമ്മുടെ നനഞ്ഞ കുടേനെ ഇതുപോലെ നമ്മുടെ ബോട്ടിലൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ബട്ടൺസ് ഉണ്ടല്ലോ അതിൽ ഇതുപോലെ ഒരു ത്രെഡ് ഒന്ന് ചുറ്റി കൊടുത്താൽ അതവിടെ ലോക്കായിട്ടിരുന്നോളും. ശരിക്കും പറഞ്ഞാൽ ലോക്ക് വേണമെന്നില്ല, കാരണം ഇത് പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ അതോ തന്നെ ഇങ്ങനെ അടഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മുടെ ബാഗിൻ്റെ സൈഡിൽ വാട്ടർ ബോട്ടിൽ വെക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ ഇതുപോലെ നമുക്കങ്ങ് നാട്ടി വെക്കാം. ഇനി ബാഗിനുള്ളിൽ വെച്ചാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ആ കുടയിലുള്ള വെള്ളമൊക്കെ ആ ബോട്ടിൻ്റെ താഴെ അത് സ്റ്റോർ ചെയ്തോളും. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് നമുക്ക് ആ കുട മാറ്റിയിട്ട് ആ വെള്ളം നമുക്ക് തുറന്ന് കളയാവുന്നതാണ്. അപ്പം സിമ്പിളാണ്, എന്നാൽ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടി ആട്ടോ ഇത്. ഇനിയിപ്പോൾ ബുക്കൊന്നും നനയാണ്ട് നമുക്ക് വീട്ടിലെത്താലോ. അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് നമ്മളൊരു ക്യൂട്ട് പൗച്ച് ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിനൊക്കെ നമുക്ക് ഡ്രസ്സ് വാങ്ങുമ്പോൾ കിട്ടുന്നൊരു കവറുണ്ടല്ലോ, ഇതാ ഈ വീഡിയോ കാണുന്ന കവർ, ഇത് വെച്ച് നമുക്കൊരു പൗച്ച് ഉണ്ടാക്കാം. ഇതാകുമ്പോൾ നനഞ്ഞു പോയാലും കുഴപ്പമില്ല, കാരണം നമുക്ക് ഉണക്കിയെടുക്കാം. അങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ ഇത്. അപ്പോൾ അതിനു വേണ്ടി അതിൻ്റെ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പത്തിൽ വേണോ പൗച്ച് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിൽ ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ട് കിട്ടും. ഇനി നമുക്കതിന് ക്യാപ്പ് വേണമല്ലോ, അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഏരിയ ഇതുപോലെ മടക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം സൈസ് വേണമെന്നുണ്ടോ നോക്കിയിട്ട് ക്യാപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വി ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം, ഇല്ലെങ്കിലും പ്രോബ്ലം ഇല്ല കേട്ടോ. ഞാൻ പിന്നെ നമുക്ക് വീഡിയോയുടെ ആവശ്യത്തിനായിട്ട് ഇവിടെ കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതരണുണ്ട്. എൻ്റെ കയ്യിൽ എന്ത് കിട്ടിയാലും പറക്കും തളയിൽ ബസ് പോലെ ആക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ട് ഈ കാര്യത്തിലും ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. പിന്നെ നമ്മളിവിടെ ഒട്ടിക്കാൻ വേണ്ടി ഇത് ഡബിൾ സൈഡ് ടേപ്പാട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ലോക്കിംഗ് സിസ്റ്റം സെറ്റായി. ഇത് പിന്നെ നമ്മൾ ഈ ക്ലോത്തിൻ്റെ പോലത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്കിത് എത്ര വേണേലും ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പറക്കും തളയ ബസ് കൂടി റെഡി ആയിട്ടുണ്ട്. ഇതാ കുറച്ച് പേപ്പറൊക്കെ വാരി ഒട്ടിച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഏകദേശം പറക്കും തളയ ബസ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനി പെൻസിലും പേനയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ലോക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. നമ്മുടെ പൗച്ചിൻ്റെ സൈസ് ഇത്തിരി കൂടിപ്പോയി, നിങ്ങളെടുക്കുമ്പോൾ ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ 2ാമത്തെ ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്ത നമ്മുടെ 3ാമത്തെ ഐറ്റം ഇതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ക്ലാസ്സിലായിരിക്കുമ്പോഴാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ ഈ പെൻസിലൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്ത് അതിനകത്തെ വേസ്റ്റും അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ചെറിയ ചെറിയ പേപ്പർ പീസൊക്കെ നമുക്ക് കളയാൻ വേണ്ടി വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ അടുത്തേക്ക് എപ്പോഴും ഓടിപ്പോണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ 2 പേപ്പർ ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഡസ്റ്റ്ബിൻ സെറ്റാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പേപ്പർ ഗ്ലാസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴത്തെ ഏരിയ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിലുള്ള കാർബോണിൻ്റെ പീസ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 2ാമത്തെ ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് സൈസ് വരുന്ന രീതിയിൽ അതിൻ്റെ ടോപ്പിലെ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ക്യാപ്പിന് വേണ്ടി ഇതുപോലെ ഒരു പേപ്പർ ഒരു റൗണ്ട് സർക്കിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തുനിന്നും അകത്തുനിന്നുമായിട്ട് വീഡിയോ കാണിക്കുന്ന പോലെ സെല്ലോ ടേപ്പ് ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ശരിക്കും ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കാണാത്തവർക്കും പിന്നെ എന്തായാലും ഈ ടൈമിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്ന സ്റ്റുഡൻസിനാണല്ലോ, അപ്പോൾ അവർക്കും വേണ്ടി ആട്ടോ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ കാണിച്ച പോലെ നമ്മൾ ആ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഡിസൈൻ ചെയ്യാം. എന്നിട്ട് ടോപ്പിൽ ഇതുപോലെ ചുമ്മാ പേപ്പർ കൊണ്ട് തന്നെ ഞാനൊരു ഹാൻഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹാൻഡിലൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ വേറൊന്നുമില്ല, നമ്മൾ ആ താഴത്തെ കാർഡ്ബോർഡിൻ്റെ പീസിൽ ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്താൽ അതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും, ക്ലോസ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ 3 ഐറ്റംസ്. നിങ്ങൾക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ല കേട്ടോ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മുടെ ഈ വീഡിയോ അടുത്ത മാസത്തേക്കുള്ള മന്ത്ലി ഗിഫ്റ്റിൻ്റെ ഫസ്റ്റ് വീഡിയോ കൂടെയാണ്. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ബൈ ബൈ.